ഹായ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പ്രൊഡക്ഷൻ ഓഫ് SWD ആണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓർ വർക്കിംഗ് ഓഫ് SWD. സോ ഇതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം സിസ്റ്റത്തിനെ പറ്റി പറയണം. സിസ്റ്റത്തിൽ രണ്ട് സർക്യൂട്ട് ആണുള്ളത്. വൺ ഈസ് മെഷീൻ സർക്യൂട്ട് ആൻഡ് വൺ ഈസ് പേഷ്യന്റ് സർക്യൂട്ട്. സോ വി വിൽ ടോക്ക് അബൌട്ട് മെഷീൻ സർക്യൂട്ട് ഫസ്റ്റ്. സോ മെഷീൻ സർക്യൂട്ടിൽ നമുക്ക് ഇവിടെ കാണാം രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. സോ വൺ ഈസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അടുത്ത വൺ ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലാണിത്. ഇത് പ്രൈമറി കോയിൽ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഈ സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറി കോയിലിന്റെ എണ്ണം കുറവാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിൽ കൂടുതലാണ്, കോയിൽസിന്റെ എണ്ണം. അതിനനുസരിച്ചാണ് സ്റ്റെപ്പ് ഡൗൺ എന്നും സ്റ്റെപ്പ് അപ്പ് എന്നും പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിൽ ഫിലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, which is a part of triode valve. Triode valve ഒരു പാർട്ടായിട്ടുള്ള ഫിലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ് ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആനോഡ് സർക്യൂട്ട് ആയിട്ട് കണക്റ്റഡ് ആണ്. സോ ഈ ആനോഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ട്രയോഡ് വാൽവ്. ഇതാണ് ട്രയോഡ് വാൽവ്. ഇതിൽ ഫിലമെന്റ് ഉണ്ട്, ഗ്രിഡ് വാൽവ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓസിലേറ്ററി സർക്യൂട്ടിനെ പറ്റി പറയാം. സോ ആനോഡ് സർക്യൂട്ടിൽ ട്രയോഡ് വാൽവ് ഉണ്ട്, ഓസിലേറ്ററി സർക്യൂട്ട് ഉണ്ട്. ഈ ഓസിലേറ്ററി സർക്യൂട്ട് ഞാൻ ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു കണ്ടക്ടർ ഉണ്ട്, കോയിലുണ്ട്. ഈ കണ്ടക്ടർ ആണ് XY. ഇതാണ് കണ്ടക്ടർ ഓഫ് ഓസിലേറ്ററി സർക്യൂട്ട്. ആൻഡ് ഒരു കോയിൽ കാണാം, അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് CD എന്ന് പറഞ്ഞാൽ അതാണ് ഓസിലേറ്ററി കോയിൽ. ഇതാണ് ഓസിലേറ്ററി സർക്യൂട്ട്. ഈ ഓസിലേറ്ററി കോയിലിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കോയിൽ കാണാം, അതാണ് AB. ഈ AB-യുടെ വൺ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രിഡ് ഓഫ് ട്രയോഡ് വാൽവും, അടുത്ത എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രിഡ് ലീക്ക് റെസിസ്റ്റൻസ് ഓഫ് ഫിലമെന്റ്. ഇത് ഫിലമെന്റിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് മെഷീൻ സർക്യൂട്ട്. നെക്സ്റ്റ് പേഷ്യന്റ് സർക്യൂട്ട് അല്ലെങ്കിൽ റെസൊനേറ്റിംഗ് സർക്യൂട്ട്. ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് പേഷ്യന്റ് സർക്യൂട്ട്. CD പോലെ തന്നെ ഇവിടെ ഒരു കോയിൽ നിങ്ങൾക്ക് കാണാം, അതാണ് EF എന്ന് പറയുന്ന കോയിൽ. അതിന് ഇൻഡക്ടർ കോയിൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടൻസർ കാണാം, അത് വേരിയബിൾ കണ്ടൻസർ ആണ്. അത് നമ്മൾ HK എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ടെർമിനൽ ഓഫ് പേഷ്യന്റ് ഓർ പേഷ്യന്റ് ടിഷ്യൂ, അല്ലെങ്കിൽ ഇത് പാരലൽ ടു പേഷ്യന്റ് ടെർമിനൽ ആണെന്ന് പറയാം. സോ ഇതാണ് മെഷീൻ സർക്യൂട്ടും പേഷ്യന്റ് സർക്യൂട്ടും. വൺ മോർ തിങ്, ഇവിടെ ട്രയോഡ് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഗ്രിഡിന്റെ പ്രത്യേകത, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് ഓഫ് SWD പറ്റി പറയാം. സോ മെയിൻ ഓൺ ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് AC കറണ്ട് പാസ് ചെയ്യും. AC കറണ്ട് 220 വോൾട്ടിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും പ്രൈമറി കോയിലേക്ക് പാസ് ചെയ്യും. ആ സമയത്ത് ദർ വിൽ ബി എ പ്രൊഡക്ഷൻ ഓഫ് EMF, അതായത് EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ആവും. ഈ സെക്കൻഡറി കോയിലിൽ എത്തുന്ന സമയത്ത് 220 വോൾട്ട് 20 വോൾട്ട് ആയിട്ടും, സെക്കൻഡറി കോയിൽ ഓഫ് സ്റ്റെപ്പ് ഡൗൺ അപ്പ് ട്രാൻസ്ഫോമറിൽ എത്തുന്ന സമയത്ത് 4000 വോൾട്ട് ആയിട്ടും കൺവേർട്ട് ആവും. ഇത് മാറുന്ന സമയത്ത് ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഇത് ഫിലമെന്റിലേക്ക് പോകും. ഓക്കെ, അതിനാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഈ ഫിലമെന്റ് ഹീറ്റ് ആയിട്ട് ഇവിടുന്ന് കറണ്ട് വാൽവിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതേ സമയം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ 4000 വോൾട്ട് ഫിലമെന്റിൽ എത്തുന്ന സമയത്ത് ആനോഡ് പോസിറ്റീവ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള കറണ്ട് ഇതിലേക്ക് പോയി, അതിനുശേഷം അത് ആനോഡ് സർക്യൂട്ടിലേക്ക് പോകും. ആനോഡ് സർക്യൂട്ടിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ C to D ആയിരിക്കും. ഇത് C to D ന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് എഗെയിൻ ബാക്ക് ടു ഫിലമെന്റ്. ഇടയിൽ കൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന സമയത്ത് AB-യിൽ കൂടെ EMF പ്രൊഡ്യൂസ്ഡ് ആവും ഇൻ ദ ഡയറക്ഷൻ ഓഫ് B to A. ഓക്കെ, എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രിഡ് നെഗറ്റീവ് ആവാൻ തുടങ്ങും. അപ്പൊ നെഗറ്റീവും റിപ്പൽ ചെയ്യുന്ന കൊണ്ട് ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ ഇല്ലാതെയാവും. സോ ഇതിൽ കൂടെയുള്ള ആനോഡ് സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ കുറയുന്നു. ഇപ്പൊ നമ്മളൊരു ലെൻസ് ലോ എന്ന് പറയുന്ന ഒരു ലോനെ പറ്റി സംസാരിക്കേണ്ടി വരും. ലെൻസ് ലോ അനുസരിച്ച് കറണ്ട് കുറയുന്നതിന് എതിർക്കുന്നതിനായിട്ട് ഇതിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ മുന്നേ X നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ ഇത് പോസിറ്റീവ് ആവും, Y നെഗറ്റീവും ആവും. സോ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
എഗെയിൻ ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ടോട്ടലി ഡൈ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ എഗെയിൻ ഈ കണ്ടൻസർ ഓസിലേറ്ററി കോയിലിൽ കൂടെ കറണ്ട് ഡിസ്ചാർജ് ചെയ്യും. ബട്ട് ഈ സമയത്ത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് മുന്നേ അത് C to D ആയിരുന്നു, ഇപ്പൊ ഇത് D to Cയിലേക്ക് പോകും. സോ സെയിം ടൈം CD മുന്നേ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് AB ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബട്ട് ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് D to C ആണെങ്കിൽ AB A to B ആയിരിക്കും. സോ ഇവിടെ എന്താ സംഭവിക്കാം, ഇതിലോട്ടേക്ക് വരുന്ന സമയത്ത് നെഗറ്റിവിറ്റി മാറും, അപ്പം എഗെയിൻ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇത് പിന്നെയും ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടന്നുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും ഈ കണ്ടൻസർ ഓസിലേറ്ററി കോയിലിൽ കൂടെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹൈ ഫ്രീക്വൻസി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആവും. ഇതാണ് ഇതിന്റെ മെക്കാനിസം. വൺ മോർ തിങ്, ഈ ഗ്രിഡ് ലീക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് വാൽവിലെ കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ചില ഇലക്ട്രോൺസ് അവിടെ കുടുങ്ങിപ്പോകും. ആ കുടുങ്ങിപ്പോയ ഇലക്ട്രോൺസിന് തിരിച്ച് ഫിലമെന്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഗ്രിഡ് ലീക്കിന്റെ പ്രത്യേകത. ഇവിടെ ഈ റെസനേറ്റിംഗ് കോയിൽ ഓസിലേറ്ററി കോയിലിന്റെ അടുത്താണുള്ളത്. ഈ ഓസിലേറ്ററി കോയിലിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതായത് ഡിസ്ചാർജിങ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് രണ്ടും റെസനേറ്റിംഗ് ആവുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് സെയിം ആയിരിക്കും ഈ ഓസിലേറ്ററി കോയിൽ ഉണ്ടാകുന്ന കറണ്ടിനെ പോലെ തന്നെ. ഈ ഹൈ ഫ്രീക്വൻസി കറണ്ട് പേഷ്യന്റ് ടെർമിനലിലേക്ക് പോയിട്ട് പേഷ്യന്റിന്. സോ ഇതാണ് പ്രൊഡക്ഷൻ ഓഫ് SWR. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന്. ആൻഡ് വൺ മോർ തിങ്, ഞാനിത് മലയാളത്തിൽ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ എന്തൊക്കെ ടോപ്പിക് സെർച്ച് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്ത് കുറെ ഹിന്ദി വേർഷൻ അല്ലെങ്കിൽ ഹിന്ദി എഡ്യൂക്കേഷൻ വീഡിയോസിന്റെ താഴെയൊക്കെ മലയാളി സ്റ്റുഡൻസിന്റെ കമന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഹിന്ദി അറിയില്ലെങ്കിലും എനിക്ക് കുറെയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മലയാളി ചാനൽസിൽ കണ്ടിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല. സോ ഇത് വെച്ചിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ആൻഡ് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.